ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് കുറച്ച് യാഥാർത്ഥ്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അയാൾ ആ വോട്ട് കിട്ടാൻ അർഹനാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 20 രാജ്യങ്ങളോളം അടക്കി ഭരിച്ച ഭരണാധികാരിയായ ഉമർ അള്ളാഹുവിന് ഒരിക്കൽ റോമക്കാർ ഗിഫ്റ്റായിട്ട് വലിയൊരു തുണിത്തരം കൊടുക്കുകയാണ്. അപ്പോൾ ഉമർ അള്ളാഹു തൻ്റെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് സമമായിട്ട് ഈ തുണിത്തരം വീതിച്ച് നൽകുകയാണ്. ഈ ഒരു തുണിത്തരം എന്നുള്ളത് ഒരാൾക്കൊരു ഷർട്ട് അടിക്കാൻ വേണ്ടി മാത്രമുള്ള തുണിയായിരുന്നു എല്ലാവർക്കും കിട്ടിയത്. ഉമർ അള്ളാഹുവിന് ഒരു വിഹിതം കിട്ടുന്നുണ്ട്. അങ്ങനെ പിറ്റേത്തെ ആഴ്ച ഉമർ അള്ളാഹുവിന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് മെമ്പറിൽ കയറിയപ്പോൾ ഒരാൾ അവിടെ നിന്ന് എണീറ്റെന്ന് പറയുന്നുണ്ട്, ഉമർ അള്ളാഹുവെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം. കാരണം നിങ്ങൾ അടിച്ചത് ഒരു വലിയൊരു നീളക്കുപ്പായാണ്, ഒരു കമീസാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ കിട്ടിയത് വെറും ഒരു കുപ്പായ അടിക്കാനുള്ള മാത്രം തുണി മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയൊരു തുണി കഷ്ണം കിട്ടിയതെന്ന്. അപ്പോൾ ഉമർ അള്ളാഹു തൻ്റെ മകനെ വിളിക്കുന്നുണ്ട്, അബ്ദുള്ളാനോട്. അബ്ദുള്ള, നീ പറയൂ ഇവരോട് എന്താണ് ഉണ്ടായതെന്ന്. അപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു ജനങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമ്മതപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ വാപ്പാക്ക് എൻ്റെ വിഹിതത്തിൽ നിന്നുണ്ടായ ആ തുണി ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അത് വെച്ചിട്ടാണ് എൻ്റെ വാപ്പ അത്രയും വലിയൊരു നീളക്കുപ്പായം അടിച്ചിട്ട് ധരിച്ചിട്ട് വന്നിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് നമ്മളോട് നീതി കാണിച്ച് നീതിയോടെ പെരുമാറിയിട്ട് മാത്രമല്ല, നമുക്കൊരു ഉപദ്രവം ഉണ്ടാകാത്ത രൂപത്തിൽ വികസനങ്ങൾ നടത്തുന്ന, നമ്മളെ കേൾക്കുന്ന ഒരാളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്യുക.